വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു രുചികരമായ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് നീളത്തിൽ ചെറുതായി കനം കുറച്ച് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മൊരിയിച്ച് വറുത്ത് കോരി എടുക്കേണ്ടതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കാഷ്യൂസും ഉണക്കമുന്തിരിയും കൂടെ വറുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത്. ഈ എണ്ണ നമ്മളൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു, വഴനയില എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 3 സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3/4 കിലോ ചിക്കനും 3 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 3 സവാള മതിയാകുന്നതാണ്. സവാള നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് കുഴഞ്ഞ് വരണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു ടീസ്പൂൺ മതിയാകുന്നതാണ് കാശ്മീരി ചില്ലി പൗഡർ. ചിലർ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല, പച്ചമുളക് മാത്രമേ ചേർക്കാറുള്ളൂ. ഞാൻ പച്ചമുളകിൻ്റെ അളവ് കുറവാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും പെരിഞ്ചീരകം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. മസാലയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്ത ചേരുവയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ വിനാഗിരിയും ഉപ്പും ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടിയോളം മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ചിക്കനിലേക്ക് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള പൊരിച്ച ഉള്ളി ഇതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും കൂടെ ചേർക്കുമ്പോഴാണ് ഈ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഈ ഉള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. അതോടെ നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാനായി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു കുക്കറിലാണ് ഞാൻ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ്, ഏലക്ക, പട്ട, ഗ്രാമ്പു, വഴനയില അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ്, ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുന്നത്. ജീരകശാല അരിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ബിരിയാണിക്ക് നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ ജീരകശാല അരിയാണ് നല്ലത്. നമ്മൾ മലബാർ സ്റ്റൈൽ, കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണിയിലൊക്കെ ജീരകശാല അരിയാണ് യൂസ് ചെയ്യാറ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഉപ്പൊക്കെ പാകത്തിനല്ലേ നോക്കി എടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിലാണ് നമ്മൾ അടിക്കുന്നത്. വിസിലടിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. നേരത്തെ ചിക്കൻ വെന്ത ചിക്കനിലേക്ക് നമ്മൾ ഒരല്പം ഗരം മസാല വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്ച്ചോറ്
ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. നെയ്ച്ചോറ് നന്നായി പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില, നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്നും കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് ഗരം മസാല നമ്മൾ അവിടെ തൂവി കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലത്തെ ലെയർ നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം ഗരം മസാല വിതറി കൊടുക്കാം. പിന്നെ അതിലേക്ക് മല്ലിയില, ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് പൊരിച്ച് വെച്ച ഉള്ളിയും കാഷ്യൂ, മുന്തിരി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറിയ തീയിൽ ദം ഇട്ടെടുക്കാവുന്നതാണ്. കുറഞ്ഞ തീയിൽ ഒരു 15 മിനിറ്റോളം നമ്മളിത് ദം ചെയ്തെടുക്കാൻ അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ റൈസിലേക്ക് പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈത്ത തയ്യാറാക്കിയെടുക്കാം. ഇതിനായി നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി തിരുമ്മിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഉള്ളിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുക്കുംബേഴ്സ്, ചെറുതായി ചോപ്പ് ചെയ്ത കുക്കുംബേഴ്സും കുറച്ച് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയിലയാണ് ഇതിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. മല്ലിയിലയും കൂടെ ചേർത്ത് തീരെ പുളിയില്ലാത്ത കട്ട തൈരും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ റൈത്ത റെഡി. ഈ റൈത്ത ബിരിയാണിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ റൈത്തയും ബിരിയാണിയും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക് യു സോ മച്ച്.